ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നാളത്തെ +2 ഹിസ്റ്ററി പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഇതുവരെ ഒന്നും പഠിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. മീൻസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊരു പാസ് മാർക്ക് എന്തായാലും കിട്ടുമെന്നുള്ളതിൽ യാതൊരുവിധ ഡൗട്ടും ഇല്ല കേട്ടോ. പിന്നെ അല്ലാണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ക്രൊണോളജിക്കൽ ഓർഡറും മാപ്പ് ക്വസ്റ്റ്യൻസും വീഡിയോ ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് എസ്സേ ചോദ്യങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കൂടി ഒരു പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ അത് ആവശ്യമുള്ളവരൊക്കെ കയറി കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് പ്ലെയിൻ ആയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് പറഞ്ഞു പോവാം. ഓക്കെ, മാക്സിമം ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടി മിക്സ് ചെയ്ത് തന്നെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ എല്ലാവരും പഠിക്കേണ്ടതാണ് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ എസ്സേ. ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ചിട്ട് നമുക്ക് ഇപ്പോഴും 8 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും അത് പഠിക്കാൻ മറന്നുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പോൾ തന്നെ പഠിക്കുക. ഇത് ഉറപ്പായിട്ട് വരുന്ന ഒരു ചോദ്യം തന്നെയാണ് 8 മാർക്കിന്. ഓക്കെ, അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ 8 മാർക്ക് സേഫ് ആണ്. ഇനി അടുത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ട്രേക്കിംഗ് സോഷ്യൽ ഡിഫറൻസസ്. സാമൂഹിക വ്യത്യാസങ്ങളെ കണ്ടെത്തൽ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. ഇതിനകത്തുനിന്ന് 1 വേർഡ്സ് ആണ് കൂടുതലും ചോദിക്കാറുള്ളത്. ജസ്റ്റ് വായിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വായിച്ച് വെച്ചിട്ട് പോവുക. ഇനി നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് സ്ട്രാറ്റജീസ് ഫോർ പ്രൊക്വയറിംഗ് മെറ്റീരിയൽസ്. അസംസ്കൃത വസ്തുക്കൾ കരസ്ഥമാക്കുന്നതിനുള്ള തന്ത്രങ്ങൾ. ഒരു ഷോർട്ട് എസ്സേ ചോദ്യമാണ്, നോക്കിയിട്ട് പോവുക. ഇനി സീൽസും സ്ക്രിപ്റ്റ്സും വെയ്റ്റ്സിനെയും പറ്റിയിട്ട് പഠിക്കാനുണ്ട്. അതായത് ഹാരപ്പൻ സംസ്കാരത്തിനകത്തുള്ള മുദ്രകളും ലിപിയും തൂക്കങ്ങളെയും പറ്റിയിട്ട്. അപ്പോൾ ഇതിൽ ഏത് വേണോ നമുക്ക് 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ 3 നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. പിന്നെ എൻഡ് ഓഫ് ദ സിവിലൈസേഷൻ, നമ്മുടെ ഹാരപ്പൻ സംസ്കാരം എങ്ങനെയാണ്, അതിൻ്റെ അന്ത്യം എങ്ങനെയാണ്, അതെങ്ങനെ അവസാനിച്ചു, ഇതെല്ലാം ഇപ്പോഴും ചോദിക്കുന്ന ഒരു ഷോർട്ട് എസ്സേ ചോദ്യമാണ്. 4-5 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതും നിങ്ങളെല്ലാവരും നോക്കിയിട്ട് പോവുക. പ്രത്യേകിച്ച് ഈ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ എസ്സേ ആരും തന്നെ വിട്ടേക്കരുത്, അതെല്ലാവരും നോക്കിയിട്ട് പോവുക. അത് പഠിക്കുന്ന സമയത്ത് സിറ്റാഡലും ലോവർ ടൗണും ഡ്രൈനേജ് സിസ്റ്റവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഗ്രേറ്റ് ബാത്ത്, ഗ്രാനറി, അതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അടുത്ത രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് വരുമ്പോൾ മഗധേനെ പറ്റിയിട്ട് നോക്കുക. 16 മഹാജനപദങ്ങളിൽ എന്തുകൊണ്ട് മഗധ മാത്രം ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നു, അതിൻ്റെ സവിശേഷത എന്താണെന്ന് ചോദിക്കാറുണ്ട്. സോ അത് എല്ലായ്പ്പോഴും ചോദിക്കുന്ന ഒരു 5 മാർക്കിൻ്റെ ചോദ്യമാണ്, പഠിച്ചിട്ട് പോവുക. പിന്നെ മൗര്യ സാമ്രാജ്യത്തെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഷോർട്ട് എസ്സേക്കോ എസ്സേക്കോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മൗര്യൻ എംപയർ. ഓക്കെ, അപ്പോൾ ഇതിനകത്തുനിന്ന് 1 വേർഡ്സും വരാറുണ്ട് കേട്ടോ. കൗഡില്യൻ്റെ അർത്ഥശാസ്ത്ര, അങ്ങനെയുള്ള കുറച്ച് ബുക്സിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട് ഫസ്റ്റ്. അപ്പോൾ അതൊക്കെ നമുക്ക് 1 വേർഡായിട്ട് ചോദിക്കാം. മൗര്യൻ എംപയറിൻ്റെ ക്യാപിറ്റൽ പാട്ടലിപുത്രയാണ്. അപ്പോൾ അതൊക്കെ 1 വേർഡായിട്ട് ചോദിക്കാം. ഇതിൻ്റെ റൂളേഴ്സിൻ്റെ പേര് 1 വേർഡായിട്ട് ചോദിക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ മൗര്യൻ എംപയർ കംപ്ലീറ്റ് ആയിട്ട് നോക്കിയിട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി അശോകൻ്റെ ദമ്മ അല്ലേ, അശോകൻ്റെ ദമ്മ മലയാളത്തിലും അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്. ദമ്മ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദമ്മ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് മാത്രം അവിടെ പഠിച്ചിട്ട് പോയാൽ മതിയാവും. ഓക്കെ, പിന്നെ ഡിവൈൻ കിങ്സ്, ദൈവിക രാജാക്കന്മാർ. ഓക്കെ, അത് ഒരു 2 മാർക്കിൻ്റെ ചോദ്യമാണ്, അല്ലെങ്കിൽ 1 വേർഡ് ആയിട്ടും വരാം. ഓക്കെ, ദൈവിക രാജാക്കന്മാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് പോയാൽ മതി. ലിമിറ്റേഷൻസ് ഓഫ് ഇൻസ്ക്രിപ്ഷൻസ് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഈ ചാപ്റ്റർ ഏറ്റവും അവസാനം വരിക ലിഖിത തെളിവുകളുടെ പരിമിതികൾ. ഓക്കെ, ഇത് ഒരു 4 മാർക്കിന് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ ഞാനവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ജെയിംസ് പ്രിൻസപ്പ്. ഇതൊരു 1 വേർഡ് ആണ് കേട്ടോ. ബ്രഹ്മി, കരോഷ്ടി പോലുള്ള സ്ക്രിപ്റ്റുകൾ വായിച്ച വ്യക്തിയാണ് ജെയിംസ് പ്രിൻസപ്പ്. അത് ഒരു PYQലൊക്കെ കണ്ടിട്ടുള്ള 1 വേർഡ് ആണ്, അതുകൊണ്ട് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ഇനി നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിലോട്ട് വരുന്ന സമയത്ത് എൻഡോഗമി എന്താണ്, എക്സോഗമി, മലയാളത്തിലും ഇംഗ്ലീഷിലും ഈ രീതിക്ക് തന്നെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ സോഷ്യൽ ഡിഫറൻസസ്, സാമൂഹ്യ വ്യത്യാസങ്ങൾ, അതിനകത്ത് നമ്മൾ എന്തിനൊക്കെ പറ്റിയാണ് പഠിക്കുന്നത്, ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്. ഓക്കെ, അപ്പോൾ ഈ 4 കാറ്റഗറീസിനെ പറ്റിയിട്ടും അവരുടെ ഒക്കുപ്പേഷൻ, അവരുടെ ജോലി എന്താണ്, ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോവുക. അതൊരു 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇനി ജാതി എന്താണ്, വർണ്ണം എന്താണ്. ഓക്കെ, ജാതിയും വർണ്ണവും എന്താണ്, മലയാളത്തിലും അങ്ങനെ പറയാം. അത് നമുക്ക് 2 മാർക്കിന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. ഇനി അടുത്ത് ഹാൻഡ്ലിംഗ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അതായത് ഗ്രന്ഥങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ട്. ഇതൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. 4-5 മാർക്കിന് ചോദിക്കുക. അതായത് മഹാഭാരതം പോലുള്ള അത്രയും വിശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വലിയ ഗ്രന്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് അതിനകത്ത് പറയുന്നത്. അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നോക്കിയിട്ട് പോവുക. പിന്നെ എ ഡൈനാമിക് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഊർജ്ജസ്വല ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ട് ഈ ചാപ്റ്ററിൻ്റെ അവസാനം ഒരു ടോപ്പിക് ഉണ്ട്.
അത് അവിടെ പറയുന്നത് മഹാഭാരതം ഒരു ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്, ഡൈനാമിക് ആയിട്ടുള്ള ടെക്സ്റ്റ് ആണ്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞ് നമുക്കൊരു 3 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ 5 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഷോർട്ട് എസ്സേ ആണ്, നോക്കിയിട്ട് പോവാം കേട്ടോ. ഇനി അതുപോലെ തന്നെ 2 വൺ വേർഡ് ഉണ്ട് ഇതിനകത്ത്. വി.എസ്. സൂക്തങ്കർ എന്ന് പറയുമ്പോൾ മഹാഭാരതത്തിന് ആദ്യമായിട്ട് അല്ലെ ഒരു വിമർശനാത്മക പതിപ്പ് ക്രിട്ടിക്കൽ എഡിഷൻ തയ്യാറാക്കിയ വ്യക്തിയാണ് വി.എസ്. സൂക്തങ്കർ. അതുപോലെ തന്നെ ബി ലാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്തിനപുര എക്സ്കവേഷൻ നടത്തിയ വ്യക്തിയാണ് ബി ലാൽ എന്ന് പറയുന്നത്. ഹസ്തിനപുര എക്സ്കവേഷൻ. ഓക്കെ, ഇത് രണ്ടും മാത്രമല്ല, വൺ വേർഡ്സ് വേറെയും ഉണ്ട്. അതൊക്കെ കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എന്താണ് റാൻഡമായിട്ട് എടുത്തിട്ടുള്ളതാണത്. ഇനി അടുത്ത് 4ാമത്തെ ചാപ്റ്ററിലോട്ട് വരുമ്പോൾ ജൈനിസം എന്താണ്, ബുദ്ധിസം എന്താണ്, ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോവുക. ജൈനിസത്തിൻ്റെ ടീച്ചിങ്സും ബുദ്ധിസത്തിൻ്റെ ടീച്ചിങ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏത് വേണമോ നമുക്ക് 5 മാർക്കിന് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ ഒരുപാട് വൺ വേർഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ വൺ വേർഡുകളെല്ലാം ചോദിക്കാം. ഓക്കെ, വൺ വേർഡ്സ് ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് വൺ വേർഡ് സെക്ഷനിലോട്ട്. ഓക്കെ, അപ്പോൾ ഷോർട്ടസ്റ്റിക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ വൺ വേർഡ് സെക്ഷനിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് സ്തൂപത്തിൻ്റെ ഘടന എന്താണെന്നുള്ളത് ഒരു 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും നോക്കിയിട്ട് പോവുക. സിമ്പിൾ ആണ് കേട്ടോ. ഇനി ആയാലും നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു ചോദ്യമാണത്. ഇനി ഹീനയാന ബുദ്ധിസം എന്താണ്, മഹായാന ബുദ്ധിസം എന്താണ്? മലയാളത്തിലും ഇങ്ങനെ തന്നെയാണ് പറയാ, ഹീനയാനം മഹായാനം. ഓക്കെ, അപ്പോൾ അത് നമുക്കൊരു എന്താണ് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. അതും എളുപ്പമാണ്. ഇതൊക്കെ ഇനിയും നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ ഇതൊന്നും നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ കൂടി. ഓക്കെ, അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഇനി 5ാമത്തെ ചാപ്റ്ററിലോട്ട് വരുമ്പോൾ 3 ട്രാവലേഴ്സിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ഒന്ന് അൽബിറിണി അല്ലേ. അപ്പോൾ അൽബിറിണി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കിയിട്ട് പോവുക. അൽബിറിണി എസ്സേക്ക് ചോദിക്കുന്നതാണ് 8 മാർക്കിന്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് കിതാബ് അൽ ഹിന്ദ്. അപ്പോൾ അതിനെപ്പറ്റി സെപ്പറേറ്റ് ആയിട്ടും ചോദ്യങ്ങൾ വരാറുണ്ട്. കിതാബ് അൽ ഹിന്ദ് മാത്രമല്ല, അൽബിറിണി പറഞ്ഞിട്ടുള്ള വേറെയും കുറേ കാര്യങ്ങളുണ്ട്. പറ്റുന്ന പോലെ അത് നിങ്ങൾ വായിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ ഇബനു ബത്തൂത്ത, റിഹ്ലയാണ് അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. ഇബനു ബത്തൂത്തയും 8 മാർക്കിന് എസ്സേക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ പറ്റുന്ന പോലെ ഇബൻ ബത്തൂത്തയുടെ പോർഷൻസും അത് ഒത്തിരി ഉണ്ട്. പെട്ടെന്നൊന്നും കവർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, പക്ഷേ എങ്കിലും പറ്റുന്ന പോലെ പറ്റുന്നുള്ളവർ ഒന്ന് നോക്കിയിട്ട് പോവുക. അതുപോലെ തന്നെയാണ് ഫ്രാൻകോയിസ് ബെർണിയർ അല്ലെ. ബെർണിയറും അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ട്രാവൽസ് ഇൻ ദ മുഗൾ എംപയർ. ഇതും എസ്സേക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ചിലപ്പോൾ ഇവർ 3 വരെയും ചേർത്തിട്ട് നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടും 8 മാർക്കിന് ചോദിക്കാം. 8 മാർക്കിന് വന്നില്ലെങ്കിൽ ഷോർട്ട് എസ്സേക്ക് ആയാലും ഈ ആൾക്കാരുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ പറ്റുന്ന പോലെ നിങ്ങൾ കവർ ചെയ്തിട്ട് പോവുക. പിന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാനം വരുന്നൊരു ടോപ്പിക്കാണ് വിമൻ സ്ലേവ്സ്, സതി ആൻഡ് ലേബറസ്, സ്ത്രീകൾ, അടിമ, സതി, തൊഴിലാളികൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടോപ്പിക് 5 മാർക്കിന് ചോദിക്കാറുണ്ട്. അതിനകത്ത് ബേസിക്കലി പറയുന്ന കാര്യം, ഈ ട്രാവലേഴ്സൊക്കെ ഈ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്ത സമയത്ത് അവർ ഈ സ്ത്രീകളുടെ അവസ്ഥയെ പറ്റിയിട്ട്, അടിമകളെ പറ്റിയിട്ട്, സതി സിസ്റ്റത്തെ പറ്റിയിട്ടൊക്കെ അവർ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത 6ാമത്തെ ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ ആൾവാർസ്, നായനാർസ്, ഇത് 2 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ വൺ വേർഡിന് വരാം. അതുപോലെ സഗുണഭക്തി, നിർഗുണഭക്തി, ഇതെല്ലാം മലയാളത്തിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ എഴുതുന്നത്. സഗുണഭക്തി എന്താ, നിർഗുണഭക്തി എന്താ, അത് നമുക്ക് 2 മാർക്കിന് ചോദിക്കാം, വൺ വേർഡിന് ചോദിക്കാം. ഇനി വിമൻ ഡിവോട്ടീസ്, അതായത് സ്ത്രീ ഭക്തരുടെ പേര് പറയുന്നുണ്ട്, കാരക്കൽ അമ്മയാർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ത്രീ ഭക്തരുടെ പേര് പഠിക്കാനുണ്ട്. ആ പേര് മാത്രം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. 2 മാർക്കിനോ അല്ലെങ്കിൽ വൺ വേർഡിനോ ചോദിക്കാറുണ്ട്. പിന്നെ വീരശൈവ മൂവ്മെൻറ്റ്, വീരശൈവ പ്രസ്ഥാനം മോഡൽ എക്സാമിനും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതൊരു ഷോർട്ട് എസ്സേ ചോദ്യമാണ് കേട്ടോ. ബാസവണ്ണയാണ്, കർണാടകയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് വീരശൈവ പ്രസ്ഥാനം എന്ന് പറയുന്നത്. നോക്കിയിട്ട് പോവുക, ഇമ്പോർട്ടൻ്റ് ആണ്, അത് എളുപ്പമാണ് കേട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതുപോലെ ഖാൻകാസും സിൽസിലാസും എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. സിയാറത്തും ഖവാലി എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഓക്കെ, ഇതിൽ ഈ 2 മാർക്കിൻ്റെ സെക്ഷനാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നാളത്തെ ചോദ്യ പേപ്പറിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. പറ്റുന്ന പോലെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ചെറുതായിട്ട് പഠിച്ചിട്ട് പോയാൽ മതി ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ചെറുതായിട്ട് ആ ഒരു കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയിട്ടെങ്കിലും പോവുക അറ്റ്ലീസ്റ്റ്. ഇനി അടുത്ത് കബീർ ദാസിനെ പറ്റിയിട്ടും ഗുരു നാനാക്കിനെ പറ്റിയിട്ടും മീരാബായിനെ കുറിച്ചിട്ടും ഒക്കെ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അവസാനം പഠിക്കാനുണ്ട്. ഇതിൽ ഒരു ഷോർട്ട് എസ്സേ മോഡലിൽ പലപ്പോഴും ചോദിക്കാറുള്ളത് മീരാബായി ആണ് കേട്ടോ. മീരാബായി ആണ് പലപ്പോഴും ചോദിക്കാറുള്ളത്. കബീറിനെ പറ്റിയിട്ടും ഗുരു നാനാക്ക് റിലേറ്റ് ചെയ്തിട്ടൊക്കെ വൺ വേർഡ്സ് ആണ് വരാറുള്ളത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഷോർട്ട് എസ്സേക്ക് ചോദിച്ചുകൂടാന്നില്ല. പക്ഷേ ഇനി അത് പഠിക്കാൻ ടൈം ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ മീരാബായിയുടെ കഥ ഒന്ന് ഓർത്തിട്ട് പോവുക. അത് ഒരു കഥയാണ്, പക്ക ഒരു സ്റ്റോറിയാണ്. അത് അല്ലാണ്ടായാലും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട്. ഇനി 7ാമത്തെ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് പറയുമ്പോൾ കൃഷ്ണദേവരായ എന്ന് പറയുന്ന വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവിനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹത്തെ റിലേറ്റ് ചെയ്തിട്ട് കുറേ വൺ വേർഡ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ പറ്റുന്ന പോലെ നോക്കിയിട്ട് പോവുക. പിന്നെ ബാറ്റിൽ ഓഫ് തളിക്കോട്ട യുദ്ധത്തെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനിൽ വന്നതായിരുന്നു തളിക്കോട്ട യുദ്ധം. ഈ തളിക്കോട്ട യുദ്ധത്തെ തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് രാക്ഷസി തങ്കടി. അപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ചത് രാക്ഷസി തങ്കടി യുദ്ധത്തെ പറ്റിയിട്ട് എഴുതാനായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ നിങ്ങളത് മാറിപ്പോരുത്. ഈ തളിക്കോട്ട യുദ്ധത്തെ തന്നെയാണ് രാക്ഷസി തങ്കടി എന്നും പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊരു എന്താണ് ഒരു 2-3 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ നോക്കുക. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അമരനായക സിസ്റ്റം. അമരനായകന്മാരെ പറ്റിയിട്ട് നിങ്ങൾ അമരനായക സമ്പ്രദായത്തെ പറ്റിയിട്ട് കൃത്യമായിട്ട് നോക്കുക. 4 മാർക്കിന് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന എല്ലായ്പ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈസിയാണ്, നോക്കിയിട്ട് പോവുക. അതുപോലെ ഫോർട്ടിഫിക്കേഷൻസ് ആൻഡ് റോഡ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ആണ് കോട്ടകളെ പറ്റിയിട്ട്. വിജയനഗര സാമ്രാജ്യത്തിനകത്തെ കോട്ടകളുടെ പ്രത്യേകത എന്തായിരുന്നു എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഷോർട്ടസ്റ്റേക്ക് വേണ്ടിയിട്ട് നോക്കിയിട്ട് പോവുക. ഇനി റോയൽ സെൻറ്ററും സാക്രഡ് സെൻറ്ററും, അതായത് രാജകീയ കേന്ദ്രവും വിശുദ്ധ കേന്ദ്രവും നമുക്ക് എസ് എക്ക് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ആയിട്ടായാലും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. എങ്ങനെ വേണോ ചോദിക്കാം. അപ്പോൾ റോയൽ സെൻറ്ററിനകത്ത് നമ്മൾ ഒരുപാട് ബിൽഡിങ്സിൻ്റെ പേര് പഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മഹാനവമി ദിബ്ബ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ട് പോവേണ്ട ഒരു സംഭവമാണ്. മഹാനവമി ദിബ്ബയുടെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് ഇതിൽ നിന്നും എസ് എക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ മഹാനവമി ദിബ്ബ മാത്രമായിട്ടും ഷോർട്ട് എസ് എക്ക് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സാക്രഡ് സെൻറ്ററിനകത്ത് 2 ക്ഷേത്രങ്ങളുടെ പേര് മാത്രമാണ് പഠിക്കാനുള്ളത്. പേര് മാത്രമല്ല, ആ ക്ഷേത്രങ്ങളുടെ പ്രത്യേകതകളും അതും കൂടി നിങ്ങൾ നോക്കിയിട്ട് പോവുക കേട്ടോ. ഇനി 8ാമത്തെ ചാപ്റ്ററിലേക്ക് ഇത് വരുമ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഖുദ് കാഷ്ട എന്താണ്, പാഹി കാഷ്ട. മലയാളത്തിൽ ഇങ്ങനെ തന്നെയാ പറയാം. ആ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ട്. ഇത് നിങ്ങൾ എല്ലാവരും പഠിക്കുക. ഓക്കെ, ഖുദ് കാഷ്ട പാഹി കാഷ്ട. ദെൻ ജിൻസി കമിൽ എന്ന് പറയുന്നത് ഒരു 2 മാർക്കിന്റെ ചോദ്യമാണ്. ഒന്ന് നോക്കിയിട്ട് പോവുക. ജിൻസി കമിൽ എന്താ, സമ്പൂർണ്ണ വിളകളാണ്. ക്യാഷ് ക്രോപ്സിനെയാണ് നമ്മൾ ജിൻസി കമിൽ എന്ന് പറയുന്നത്. ഇനി വില്ലേജ് പഞ്ചായത്തും ജാതി പഞ്ചായത്തും ഷോർട്ടസ്റ്റ് ചോദ്യങ്ങളാണ്. ഇതിലേത് വേണോ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മലയാളത്തിലും ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ചോദ്യമാണ് വിമൺ ഇൻ അഗ്രേറിയൻ സൊസൈറ്റി, കാർഷിക സമൂഹത്തിലെ സ്ത്രീകൾ. ഓക്കെ, അപ്പോൾ ഇത് ഒരു 5 മാർക്കിനൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതെല്ലാവരും പഠിക്കുക കേട്ടോ. സ്ത്രീകളുടെ അവസ്ഥയെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് കൈ നിട്ടായാലും എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. കാരണം അത് കുറേ എന്താണ് ഇന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ഇനി ജമ ആൻഡ് ഹസിൽ, അതൊരു 2 മാർക്കിൻ്റെ ചോദ്യമാണ്. മലയാളത്തിലും അങ്ങനെ തന്നെയാണ് പറയുക. 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലമാണോ അതിൻ്റെ മുന്നത്തെ കൊല്ലമാണോ എന്ന് ഓർമ്മയില്ല. ജമ ആൻഡ് ഹസിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഇനി 9ാമത്തെ ചാപ്റ്ററിനകത്ത് വരുന്നത് അത് അഡീഷണൽ ടെക്സ്റ്റ് ആണ്. അതിൽ അഡീഷണൽ ടെക്സ്റ്റിൽ 1ാമത്തെ ചാപ്റ്ററാണ്. ക്രോണിക്കിൾസ് ആണ്. ക്രോണിക്കിൾസിൻ്റെ കുറേ പേരുകൾ, മീൻസ് അക്ബർനാമ, ബാദ്ഷാനാമ, ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ ക്രോണിക്കിൾസിനെ പറ്റി പറയുന്നുണ്ട്. ജസ്റ്റ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ പേരെങ്കിലും ഓർത്തിരിക്കുക. ചിലപ്പോൾ നമുക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് ഏതെങ്കിലും 2 ക്രോണിക്കിൾസിൻ്റെ പേര് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ പറഞ്ഞത്. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ക്രോണിക്കിൾസ്, ഈ ക്രോണിക്കിൾസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊരു 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഷോർട്ടസ്റ്റ് ചോദ്യമാണ്. എല്ലാവരും അത് പഠിച്ചിട്ട് പോകട്ടോ. ഇത് കറക്റ്റ് എനിക്ക് അഡീഷണൽ ടെക്സ്റ്റിൻ്റെ മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ല കേട്ടോ. ഞാൻ അതാണ് ഇത് ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു പോകുന്നത്. പിന്നെ സോവർണിറ്റി എന്ന് പറയുമ്പോൾ പരമാധികാരം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സോവർണിറ്റി റിലേറ്റ് ചെയ്തിട്ട് എന്താണ് ചോദ്യം വരാറുണ്ട്. കഴിഞ്ഞ കൊല്ലം ചോദിച്ചിട്ടുണ്ട് കേട്ടോ 3 മാർക്കിന്. എന്താണ് അവിടെ ചോദ്യം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബുൽ ഫസൽ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അബുൽ ഫസൽ സോവർണിറ്റി റിലേറ്റ് ചെയ്തിട്ട് എന്താണ് പറഞ്ഞത്, പരമാധികാരത്തെ പറ്റിയിട്ട് അബുൽ ഫസലിൻ്റെ ഒപ്പീനിയൻ എന്താണ്, അത് റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചിട്ട് ഒരു 3 മാർക്കോ 2 മാർക്കോ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ചോദ്യം ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത റോൾ ഓഫ് വിമൺ, മുഗൾ എംപയറിലെ സ്ത്രീകളുടെ അവസ്ഥ. ഓക്കെ, അപ്പോൾ റോൾ ഓഫ് വിമൺ, അതായത് മുഗൾ സാമ്രാജ്യത്തിനകത്തുള്ള സ്ത്രീകൾക്ക് എങ്ങനെയായിരുന്നു, അവരുടെ പൊസിഷൻ എന്തായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ ബേസിക്കലി പറയുന്നത് ഗുൽബഡാൻ ബീഗത്തെ പറ്റി പറയുന്നുണ്ട്, പിന്നെ നൂർജഹാനെ പറ്റി പറയുന്നുണ്ട്, ജഹനാര, റോഷനാരേനെയൊക്കെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്ത്രീകളെ റിലേറ്റ് ചെയ്തിട്ട് 1 വേർഡ്സും ചോദിക്കാറുണ്ട്. കാരണം അവർ കൊണ്ടുവന്നിട്ടുള്ള കുറേ കോൺട്രിബ്യൂഷൻസിനെയൊക്കെ പറ്റി അതിനകത്ത് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് 1 വേർഡായിട്ടും വരാം ഈ ഒരു ടോപ്പിക്ക് ഷോർട്ടസ്റ്റേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾ വായിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ എല്ലാവരും പഠിക്കേണ്ട ഒരു 8 മാർക്കിൻ്റെ എസ്സേ ചോദ്യമാണ് കോൺട്രിബ്യൂഷൻ ടു ദ കൾച്ചറൽ പ്ലൂറാലിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാന ഭാഗം എടുക്കുക. അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടോപ്പിക്ക് കാണാൻ പറ്റും. നമ്മൾ കാണാൻ കുറച്ചേ കാണത്തുള്ളൂ, പക്ഷെ അത് നമുക്ക് 8 മാർക്കിന് ചോദിക്കുന്നൊരു എസ്സേ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പറ്റുന്നവരൊക്കെ നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോവാം കേട്ടോ. അതിനകത്ത് അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. സോ ഇനി പറ്റുന്ന പോലെ നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഓക്കെ, ഇനി അടുത്ത 10ാമത്തെ ചാപ്റ്ററിൽ റിലേറ്റ് ചെയ്തിട്ട് ജോട്ടിദാർമാരെ പറ്റി പഠിക്കുക. 2 മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജോട്ടിദാർമാർ ആരായിരുന്നു എന്നുള്ളത്. ജസ്റ്റ് ആരാണ് ജോട്ടിദാർമാർ, ആ ഒരു കാര്യം നിങ്ങൾ നോക്കിയിട്ട് പോയാൽ മതിയാവും. പിന്നെ 5th റിപ്പോർട്ട്, 5ാം റിപ്പോർട്ട്, അതൊരു ഷോർട്ടസ്റ്റ് ചോദ്യമാണ്. 5th റിപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ട് പോവുക. പിന്നെ വരുന്നത് പഹേര്യാസും സന്താളസും. ഓക്കെ, പഹേര്യാസിനെ പറ്റിയിട്ട് സന്താളന്മാരെ പറ്റിയിട്ടും എസ്സേക്കും വരാൻ ചാൻസ് ഉണ്ട്. കൂടുതലായിട്ട് ഷോർട്ടസ്റ്റ് ആയിട്ട് ആയാലും വരാൻ ചാൻസ് ഉള്ള ഒരു
ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അത് ഒത്തിരി ഉണ്ട് വായിക്കാനാണെങ്കിൽ, പക്ഷെ ഒരു കഥ പോലെയാണ് കൊടുത്തിട്ടുള്ളത്. സോ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ പറ്റുന്നവർ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ ഡെക്കാൻ റൈറ്റ്, ഡെക്കാൻ കലാപം. നമുക്ക് ഡെക്കാൻ റൈറ്റാണ് ഈ ചാപ്റ്ററിൽ പകുതിയിലേറെ പേജസിലും പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഡെക്കാൻ കലാപം ഒരുപാടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ്, നിങ്ങൾ ആ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മതിയാവും. ഇനി തീരെ സമയമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്താലും വലിയ പ്രശ്നമില്ല. ഓക്കെ, കാരണം അത് ഒത്തിരി ഉണ്ട്. അത് ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പഠിക്കൽ അത് നടക്കത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചിട്ട് പോകാം കേട്ടോ. കാരണം അത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഡെക്കാൻ റൈറ്റ്, ഡെക്കാൻ കലാപം. ഇനി നമുക്ക് 11ാമത്തെ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു എസ്സേ ചോദ്യമാണ് 1857 വിപ്ലവം അല്ലേ, 1857 റിവോൾട്ട് റിലേറ്റ് ചെയ്തിട്ട് 1857 കലാപം എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പം ഈ ഒരു റിവോൾട്ട് റിലേറ്റ് ചെയ്തിട്ട് 8 മാർക്കിന് നമുക്ക് ചോദ്യം വരാം. 8 മാർക്കിന് വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഷോർട്ട് എസ്സേയിൽ എവിടെയെങ്കിലും, ഓക്കെ, നാളത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ എന്തായാലും 1857 റിവോൾട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ചോദ്യങ്ങളും കാണാണ്ടിരിക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എസ്സേക്ക് ചോദിക്കുന്ന സമയത്തായാലും നമുക്ക് ഹിൻസ് കൊടുത്തിട്ടുണ്ടാവും. ഈ ടോപ്പിക്സ് ഒക്കെയാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. റൂമേഴ്സ് ആൻഡ് പ്രോഫസീസ്, 1857 റിവോൾട്ടായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കിംവദന്തികൾ എന്തൊക്കെയാണ്. ഓക്കെ, അത് എല്ലാവർക്കും എളുപ്പമായിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ്. അത് നിങ്ങൾ നോക്കിയിട്ട് കേട്ടോ. പിന്നെ റിവോൾട്ട് ഇൻ അവധ്, അവധിലെ കലാപത്തെ പറ്റിയിട്ട് നമുക്ക് ഈ ഒരു എസ്സേയുടെ ഒപ്പം എഴുതേണ്ട കാര്യമാണ്. ഫിറഞ്ചി രാജിനെ പറ്റിയിട്ടും മലയാളത്തിൽ ഫ്രഞ്ചി രാജ് എന്ന് തന്നെയാണ് പറയാം. സോ ഇതിനകത്ത് എഴുതണം. പിന്നെ അതുപോലെ തന്നെ സിപ്പോയിസ് ആൻഡ് ദെയർ ഗ്രിവാൻസസ്, അതായത് പട്ടാളക്കാരന്മാരുടെ, അതായത് ശിപ്പായികളുടെ പരാതികളെ പറ്റി പറയുന്നുണ്ട് കുറച്ച്, അവരുടെ കുറേ പരാതികൾ. അതും ഈ ഒരു റിവോൾട്ട് റിലേറ്റ് ചെയ്തിട്ട് എഴുതേണ്ടതാണ്. അത് മാത്രമല്ല, ഈ ഒരു 1857 റിവോൾട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. ഈ ഒരു വിപ്ലവം പല സ്ഥലങ്ങളിൽ നയിച്ച ഒരുപാട് നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവരുടെ പേരും അവർ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് വിപ്ലവം നയിച്ചത് ആ പേര് നിങ്ങൾ ഓർത്തിരിക്കുക. വൺ വേർഡിനും മാച്ച് ദ ഫോളോവിങ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഝാൻസി റാണി ഇതിൻ്റെ ഒരു ലീഡറാണ്. അവർ ഝാൻസിയിലായിരുന്നു വിപ്ലവം നയിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നാനാ സാഹിബ് ആണെന്നുണ്ടെങ്കിൽ കാൺപൂരിലാണ് നയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ ഒരു 6-7 ലീഡേഴ്സിൻ്റെ പേരും അവരെവിടെ വിപ്ലവം നയിച്ചു അത് നിങ്ങൾ നോക്കുക. എസ്സേയിലെ കൂടെ ഇൻക്ലൂഡ് ആക്കിയാലും നല്ലതായിരിക്കും. അല്ലെങ്കിൽ വൺ വേർഡ് ആയിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. പിന്നെ ഇമേജസ് ഓഫ് റിവോൾട്ട്, ഓക്കെ, ഇതൊരു വലിയ ടോപ്പിക്കായിട്ട് കാണാൻ പറ്റും. പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും നമ്മൾ കൂടുതൽ പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഈ ഒരു റിവോൾട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ ചിത്രങ്ങളാണ് അക്കാലത്ത് വരയ്ക്കപ്പെട്ടത് ആ ചിത്രങ്ങളുടെ പേര് മാത്രം നോക്കിയിട്ട് പോയാൽ മതി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റിലീഫ് ഓഫ് ലക്നൗ എന്ന് പറഞ്ഞൊരു ചിത്രമുണ്ട്. അതുപോലെ തന്നെ മിസ് വീലർ എന്ന് പറഞ്ഞൊരു ചിത്രമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആ ചിത്രങ്ങളുടെ പേര് മാത്രം പേരും അത് വരച്ച ആൾക്കാരുടെ പേര് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി. അതെന്ത് ചെയ്യും, നമുക്ക് 2 മാർക്കിന് ചോദിക്കും കേട്ടോ. 1857 റിവോൾട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും 2 ചിത്രങ്ങളുടെ പേര് എഴുതൂ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അതാണ് അങ്ങനെ പറഞ്ഞത്. ഇനി 12ാമത്തെ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് പറയുമ്പോൾ എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് എസ്സേ ചോദ്യമാണ് 8 മാർക്കിന്. ഞാൻ ആദ്യം ഹാരപ്പൻ സിവിലൈസേഷൻ്റെ എസ്സേ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട, അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു എസ്സേ ചോദ്യമാണ് 12ാമത്തെ പാഠത്തിൽ ഗാന്ധിജിയുടെ ചാപ്റ്റർ റിലേറ്റ് ചെയ്ത് വരുന്ന എസ്സേ. നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ആണ് എസ്സേ ടോപ്പിക്. ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനം. ഇത് റിലേറ്റ് ചെയ്തിട്ട് ഹിൻസ് ആയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. ഏർലി സത്യാഗ്രഹാസ് ഓഫ് മഹാത്മാഗാന്ധി, അതായത് ഗാന്ധിജി നടത്തിയ ആദ്യകാല സമരങ്ങൾ ഏതൊക്കെയായിരുന്നു? ചമ്പാരൻ, അതുപോലെ തന്നെ അഹമ്മദാബാദിലെയും ഖേദയിലെ സമരങ്ങൾ. ആ 3 സമരങ്ങളെ പറ്റിയിട്ടാണ് അവിടെ എഴുതേണ്ടത്. സോൾട്ട് സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം പറ്റിയിട്ട് എഴുതുക. ദണ്ഡി മാർച്ച്, ദണ്ഡി യാത്ര, പിന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് കേട്ടോ. ഇതെല്ലാം കൂടി ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും 2-3 ഇതിനകത്ത് ഹിൻസ് എന്ന് പറഞ്ഞവർ കൊടുക്കും. അപ്പോൾ നമുക്ക് അതെല്ലാം എക്സ്പ്ലനേഷനോട് കൂടി എഴുതേണ്ടതാണല്ലോ. ഓക്കെ, ഇനി ഇതൊക്കെ എന്താണ് ഈ എസ്സേയുടെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്സ് എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് ഷോർട്ട് എസ്സേക്കായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും ഇനി പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഇത് നിങ്ങളെല്ലാവരും പഠിച്ചിട്ട് പോകാട്ടോ ഇത്രയും കാര്യങ്ങൾ. ഇനി ആർക്കെങ്കിലും ഈ ഒരു ചാപ്റ്റർ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലൈവ് ചെയ്തിട്ടുണ്ട്. സോ ആ ലൈവ് നിങ്ങളെടുത്ത് നോക്കിയാലും ഈ എസ്സേ ഫുള്ള് നമ്മൾ അതിനകത്ത് ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. ആകെ ഒരു ലൈവ് നമ്മുടെ ചാനൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ലൈവിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഈ 12ാമത്തെ പാഠത്തിലെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ക്ലാസ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു 8 മാർക്ക് അവിടെ സെറ്റാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഹാരപ്പൻ സിവിലൈസേഷനും ഗാന്ധിജിയുടെ ഈ ഒരു ചാപ്റ്ററിലെ എസ്സേയും പിന്നെ ഈ 1857 റിവോൾട്ട് ഇതൊക്കെ പഠിച്ചാൽ തന്നെ അത്യാവശ്യം നമുക്ക് നല്ലൊരു മാർക്ക് തന്നെ കിട്ടും അല്ലേ, ഒരു പാസ് മാർക്കൊക്കെ ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, ദെൻ അടുത്ത 13ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അഡീഷണൽ ടെക്സ്റ്റിലെ 2ാമത്തെ ചാപ്റ്ററാണ്.
നമ്മുടെ പാർട്ടീഷൻ്റെ ചാപ്റ്റർ കേട്ടോ. ഇതും എനിക്ക് മലയാളം മീഡിയം കൃത്യമായിട്ട് കിട്ടിയില്ല കേട്ടോ. സോ ഇതിനകത്ത് ആദ്യമേ നിങ്ങൾ നോക്കേണ്ടത് ദ പ്രൈസ് പെയ്ഡ് ബൈ വിമൻ. ഇതിനകത്തും എന്താണ് പാർട്ടീഷൻ വിഭജന സമയത്ത് സ്ത്രീകൾ നേരിട്ട കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എന്താണെന്ന് റിലേറ്റ് ചെയ്തിട്ട് ഒരു ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ നോക്കിയിട്ട് പോവുക. പിന്നെ ബാക്കിയെല്ലാം 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ളത്. ക്രിപ്സ് മിഷൻ എന്താണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഐ തിങ്ക് അതിനെ ക്രിപ്സ് ദൗത്യം എന്നെങ്ങാണ്ടാണ് മലയാളത്തിൽ പറയുക. ഇനി ക്യാബിനറ്റ് മിഷൻ എന്താണെന്നുള്ളത് അതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. പിന്നെ ഡയറക്റ്റ് ആക്ഷൻ ഡേ ഇമ്പോർട്ടൻ്റ് ആണ്. മൗണ്ട് ബാറ്റൻ പ്ലാൻ ഇതൊക്കെ 2 മാർക്കിനോ 3 മാർക്കിനോ കൂടിപ്പോയൊരു 4 മാർക്ക് അത്രയൊക്കെ തന്നെയാവും. ആ രീതിക്കൊക്കെ നമുക്ക് വരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, മാർക്ക് ഇപ്പോൾ എങ്ങനെ വന്നാലും നമുക്ക് ഇതൊക്കെ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ടിക്ക് മാർക്ക് ഇട്ടിട്ടുണ്ട്. ഡയറക്റ്റ് ആക്ഷൻ ഡേ അത് എല്ലായ്പ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് നിങ്ങൾ പ്രത്യേകിച്ച് ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഡയറക്റ്റ് ആക്ഷൻ ഡേ നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് നോക്കിയിട്ട് പോവേണ്ടതാണ് കേട്ടോ. പിന്നെ ഇനി നമുക്ക് വരുന്നത് 2 ചാപ്റ്റേഴ്സ് കൂടിയാണ്. കേരള ഹിസ്റ്ററിയുടെ ചാപ്റ്റേഴ്സാണ്, നമ്മുടെ 14, 15 ചാപ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. കാരണം അതൊരു വലിയ ചാപ്റ്റേഴ്സാണ്, വെയിറ്റേജ് കുറവാണ്. പക്ഷേ അതിനകത്ത് ആവശ്യമുള്ള മീൻസ് നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇന്നലെ മെനിഞ്ഞാന്നുമായിട്ട് 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ചാപ്റ്റർ 14 എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അത് മാത്രം നിങ്ങൾ അവിടെ നിന്ന് പഠിച്ചിട്ട് പോയാൽ മതിയാവും. അതുപോലെ 15ാമത്തെ പാഠം സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒറ്റ സിംഗിൾ വീഡിയോസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ 2 വീഡിയോയുടെയും ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ അത് കയറി കണ്ടു നോക്കുക. ആ ഒരു ചാപ്റ്റർ അല്ലേ, കുറേ കാര്യങ്ങൾ നമുക്ക് ഒത്തിരി ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും, പക്ഷെ അത്രയൊന്നും നമുക്ക് ആവശ്യമില്ല. സോ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ക്ലാസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്താക്കുക, ആ ഒരു എന്താണ് ലിങ്കിൽ കയറി നോക്കുക. അഥവാ ലിങ്ക് എന്തെങ്കിലും ഓപ്പൺ ആവുന്നില്ല അല്ലെങ്കിൽ എടുക്കാൻ അറിയത്തില്ല, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോം പേജിൽ കയറുക. അതിനകത്ത് ഏറ്റവും അവസാനമായിട്ടുള്ള 2 വീഡിയോസ് അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് കിട്ടും. ഓക്കെ, സോ ചാപ്റ്റർ 14, 15 കേരള ഹിസ്റ്ററി റിലേറ്റ് ചെയ്ത് വരുന്ന 2 ചാപ്റ്റേഴ്സാണ്. അത് രണ്ടും സെപ്പറേറ്റ്ലി ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് പോയാൽ മതി. ഓക്കെ, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇതിനകത്ത് ഞാനത് ഇൻക്ലൂഡ് ആക്കാത്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇതുവരെ ഒന്നും അറിയത്തില്ല, പഠിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തിട്ട് പോകാം. മാക്സിമം പറ്റുന്ന പോലെ നിങ്ങൾ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ എസ്സേ, ഗാന്ധിജിയുടെ എസ്സേ, അതുപോലെ 1857 റിവോൾട്ട്, ഇതൊക്കെ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. എങ്ങനെയായാലും അതൊക്കെ പഠിച്ചിട്ട് തന്നെ പോകാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ആ പ്ലേലിസ്റ്റ് കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക. നമുക്കറിയാം ക്രൊണോളജി മാപ്പ് അല്ലേ, മൊത്തം 8 മാർക്കിന് അത് ചോദിക്കാറുണ്ടല്ലേ. ക്രൊണോളജി 4, മാപ്പ് ക്വസ്റ്റ്യൻ 4 മാർക്ക്. ഓക്കെ, അപ്പോൾ അതുകൂടി നമ്മൾ പ്രത്യേകിച്ച് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഹിസ്റ്ററിയിൽ നല്ലൊരു മാർക്ക് കൂടി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താക്കുക, അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തതാണ്. ആ പ്ലേലിസ്റ്റിനകത്ത് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൂടി നിങ്ങൾ നോക്കുക. പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും എന്തെങ്കിലും കാരണവശാൽ ഓപ്പൺ ആക്കാൻ അറിയത്തില്ല അല്ലെങ്കിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ഹോം പേജ് എടുക്കുക, പ്ലേലിസ്റ്റിൻ്റെ സെക്ഷനിൽ പോകുക. അവിടെ ആദ്യമേ തന്നെ കിടക്കുന്ന ഒരു പ്ലേലിസ്റ്റാണ് +2 ഹിസ്റ്ററി പബ്ലിക് എക്സാം 2026 എന്ന് പറഞ്ഞിട്ടാണ് പ്ലേലിസ്റ്റിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നല്ല മാർക്ക് തന്നെ എല്ലാവർക്കും കിട്ടട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്.